ഹലോ ഗൈസ്, ലച്ചും തമ്പൂസും കൂടെ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂമ്മയ്ക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവർ പോവാണ്. അപ്പോൾ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ, വഴിയിൽ നിറയെ ഇലകളൊക്കെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ലച്ചുവിന് രാവിലെ 9 മണിക്ക് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തമ്പൂസിന് 10 മണിക്ക് എത്തിയാൽ മതിയായിരുന്നു. ലച്ചും തമ്പൂസും ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ലച്ചു 4ാം ക്ലാസ്സിലാണ്, ഇനി തമ്പൂസ് LKGയിലേക്കാണ്. LKG UKG സെക്ഷൻ്റെ പേര് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരം എന്നാണ് കേട്ടോ. അപ്പോൾ തമ്പൂസിൻ്റെ ക്ലാസ്സിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് തന്നെയാണ് ലച്ചുവിൻ്റെ ക്ലാസ് വരുന്നത്. അപ്പോൾ 10 മണിക്ക് എത്തിയാൽ മതി എന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തമ്പൂസിനെയും കൊണ്ട് ഞാനും ലച്ചുവിൻ്റെ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അരങ്ങുകളൊക്കെ തൂക്കി, പിന്നെ സൈഡ് ക്ലാസ് റൂമുകളിലൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗണിത കളികളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കടക്കനോട് തന്നെ ഒരു കവാടം പോലെ ഒരു സ്പോഞ്ചൊക്കെ വെച്ചിട്ട് ഒരു ഫ്രെയിം പോലെ 2024 ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ലച്ചുവിൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ലച്ചു LKG UKG 1, 2 ഇവിടെ തന്നെയാണ് പഠിച്ചത് കേട്ടോ. പിന്നെ 3ാം ക്ലാസ്സാണ് ഞങ്ങൾ സ്കൂൾ മാറി കുന്നോളത്തേക്ക് പോയത്. പിന്നെ ഈ വർഷം തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ ലച്ചുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, അത് ആരാധ്യയാണ്. ലച്ചുവിനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി, അവളെ വന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫ്രെയിം, സ്പോഞ്ചൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു സെറ്റ് ചെയ്തത്. അപ്പോൾ തമ്പൂസിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. ലച്ചു അപ്പോഴേക്കും കൂട്ടുകാരുടെ കൈ പിടിച്ച് അങ്ങോട്ട് കടന്നു പോയി കേട്ടോ. അങ്ങനെ ഇതിവിടെയാണ് ടീച്ചേഴ്സ് കുട്ടികൾക്ക് വേണ്ടി കളികൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പാരൻസിന് പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളെ പോലെ തന്നെ പാരൻസിനും അവർ അത്രയും പ്രാധാന്യം കൊടുത്തിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സന്തോഷമാണ്. സ്കൂളിലേക്ക് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും വരാനും പങ്കെടുക്കാനും അതിൽ എന്താ പറയുക, സഹകരിച്ച് നിൽക്കാനൊക്കെ ഭയങ്കര സന്തോഷം. ഇവിടേക്ക് വരാൻ അത്രയും ഇഷ്ടമാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്ന അവർ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്ന ഒരു സൈക്കിളാണ് കേട്ടോ, ബലൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ കുട്ടികളെ കയറ്റിയിരുത്തിയിട്ട് 1-2 റൗണ്ട് അവരെ സൈക്കിൾ ചവിട്ടി അങ്ങോട്ട് ഉന്തി കൊണ്ടുപോവുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടികൾക്കും ഇതിൽ കയറിയിരിക്കാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ലച്ചുവിനും കയറാൻ പറ്റിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവൾക്കും കയറാൻ പറ്റി. ലച്ചുവിൻ്റെ ക്ലാസ് റൂം മേലെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ലച്ചുവിൻ്റെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു, ശാലിനി ടീച്ചർ. 2ാം ക്ലാസ്സിലത്തെ ടീച്ചർ ധ്വനി ടീച്ചർ. എല്ലാവരും കണ്ടു, എല്ലാവരുമായിട്ടും സംസാരിച്ചു. അപ്പോൾ അവർ ഹാപ്പിയാണ് ലച്ചു തിരിച്ചു വരുന്നതിൽ. അതാണ് കേട്ടോ, അവിടെ ശാലിനി ടീച്ചറാണ് കേട്ടോ ഇരിക്കുന്നത്. 1ാം ക്ലാസ്സിലത്തെ കുട്ടികൾക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഹെയർ ബാൻഡ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം രാജീവ് മാഷാണ്, LP സെക്ഷനിലെ ഹെഡ് മാഷാണ് കേട്ടോ. മാഷ് നല്ല സ്നേഹമാണ്. പിന്നെ ലച്ചുദാ സൈക്കിളിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. കുറേ നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കണോ. അപ്പോൾ ചെറിയ ചെറിയ പിള്ളേരെയാണ് കയറ്റുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ലച്ചുവിനും കയറാൻ പറ്റി. ലച്ചുവിനും കയറാൻ പറ്റി. അങ്ങനെ ലച്ചുവിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആമി, പിന്നെ ഒപ്പം ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അതിൽ കയറിയിരുന്നു. അപ്പോൾ അവളും ഹാപ്പിയായി. ലച്ചുവിനാണെങ്കിൽ ഒരു വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പഴയ സ്കൂളിലേക്ക് വന്നപ്പോൾ ഇവിടെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പഠിച്ചിരുന്നത് എന്നുള്ളൊരു ഫീൽ തന്നെയായിരുന്നു. എനിക്കും അതെ കേട്ടോ. പേരൻസിനെയൊക്കെ കണ്ടു, അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. ഇതാണ് കേട്ടോ ലച്ചുവിൻ്റെ ക്ലാസ് റൂം. 4ാം ക്ലാസ് Dയിലാണ് പഠിക്കുന്നത്. ശ്രീജ ടീച്ചറാണ് കേട്ടോ ക്ലാസ് ടീച്ചർ. ഞാൻ പറഞ്ഞല്ലോ UP സെക്ഷനിലെ ഹെഡ് മാഷ് രാജീവ് മാഷിൻ്റെ വൈഫാണ്. അപ്പോൾ ലച്ചു 1-2 ക്ലാസ്സുകളിലൊക്കെ ഈ D ഡിവിഷൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതേ കുട്ടികൾ തന്നെയാണ് ഇപ്രാവശ്യം ഉള്ളത്. അപ്പോൾ പഴയ ഫ്രണ്ട്സ് തന്നെയാണ് ഒപ്പമുള്ളത്, പുതിയ കുട്ടികളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടലിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. തമ്പൂസിനെ അവർക്ക് അറിയായിരുന്നു. ഞാനിപ്പോൾ ലച്ചു ഇവിടെ ഉള്ളപ്പോൾ തന്നെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ തമ്പൂസിനെയും കൊണ്ട് തന്നെയാണ് വരാറ്. അപ്പോൾ അത് കാരണം ഫ്രണ്ട്സിനൊക്കെ തമ്പൂസിനെ അറിയാം. അപ്പോൾ എല്ലാവരും കൂടെ താഴേക്ക് പോവാണ് കേട്ടോ.
കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഗണിതവുമായി ബന്ധപ്പെട്ട് കുറേ കളികളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പതുക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്പൂസിൻ്റെ ക്ലാസ്സിലേക്ക് പോകാൻ കേട്ടോ. അവിടെ ഹാള് ഫില്ലായിരുന്നു, ഇരിക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ തമ്പൂസിൻ്റെ ടീച്ചർ വന്നപ്പോൾ ടീച്ചറെ കണ്ട് പരിചയപ്പെട്ടു, സംസാരിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ വെച്ചെടുത്ത്. പിന്നെ അവിടെ ഒരു ആനേനെ കാർഡ്ബോർഡ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തമ്പൂസ് നോക്കി നിൽക്കായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ തമ്പൂസിൻ്റെ ക്ലാസ് റൂം. LKG Aയിലാണ് കേട്ടോ തമ്പൂസ് പഠിക്കുന്നത്. കുറേ കുട്ടികൾ ഭയങ്കര കരച്ചിലായിരുന്നു, പക്ഷേ തമ്പൂസ് കരഞ്ഞൊന്നുമില്ല. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കുട്ടികൾ കരയണ കാണുമ്പോൾ ഇനി കരയോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ കൂളായിരുന്നു, കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആൾ പെട്ടെന്ന് മിങ്കിൾ ചെയ്യണ ടൈപ്പാണ്, കുട്ടികളായിട്ട് ഫ്രണ്ട്ലി ആവുന്ന ടൈപ്പാണ്. അപ്പോൾ അത് കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും തമ്പൂസും കൂടെ ലച്ചുവിൻ്റെ ക്ലാസ്സിലേക്ക് പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ടൈം ടേബിളൊക്കെ എഴുതി കൊടുത്ത് അവരതൊക്കെ എഴുതിയെടുക്കുമായിരുന്നു. പിന്നെ യൂണിഫോമൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇതൊക്കെ